അതാണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്നാണ് അന്ന് നേതാക്കളെല്ലാം തന്നെ പറഞ്ഞത്. അതെ, 16 വയസ്സ് ഉള്ള ഒരു പെൺകുട്ടിക്ക് കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്നതാണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്നും പൊതുവിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരിക്കുകയല്ലേ. ഇനി അത് ഇതുപോലൊരു പൊട്ടനെ ആരെങ്കിലും പിടിച്ച് മന്ത്രിയാക്കൂ? ഇന്ത്യ രാജ്യത്ത് 18 വയസ്സാണ് കല്യാണപ്രായം എന്ന് പോലും അറിഞ്ഞൂടാത്ത ഒരാളെ പിടിച്ച് പൊതുവിദ്യാഭ്യാസ മന്ത്രിയാക്കിയവൻ്റെ തലയ്ക്കല്ലേ പ്രശ്നം? അതിൽ കൂടുതൽ ഞാൻ അതിനകത്ത് വേറെ കമൻറ്റ് ചെയ്യണം. ഇതിനകത്തുള്ള കൃത്യമായി ഉള്ള പ്രശ്നം, കേരളത്തിനകത്ത് ജിഹാദി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നൊരു വലിയ ഗ്രൂപ്പുണ്ട്. അവരാണ് ഈ SDPIയിലും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയിലും PDPയിലും ഒക്കെ കയറിപ്പറ്റിയിരിക്കുന്നത്. അത്തരം ആളുകളെ സന്തോഷിപ്പിക്കാൻ, അവരുടെ വോട്ട് ലഭിക്കാൻ, അവരുടെ ഞങ്ങളാണ് ഏറ്റവും നന്നായി കവർ ചെയ്യുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് CPM നടത്തിയിട്ടുള്ളൊരു തരംതാണ നെറികെട്ട പണി. അത് കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിനോട് മാത്രമായി എന്തുകൊണ്ട് ഇത്തരത്തിൽ? കേരളം ഒരു ഇന്ത്യ ഒരു സെക്യുലർ രാഷ്ട്രമാണെന്ന് പറയുന്നു. ഈ സെക്യുലറിസം എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗത്തെ മാത്രം ഒതുക്കി നിൽക്കുന്നതാണോ സെക്യുലറിസം? അങ്ങനെയല്ല. ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാ വിഭാഗങ്ങളെയും ഒരുമിച്ച് ചേർത്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ് സെക്യുലറിസത്തിൻ്റെ ആശയം. ആ ആശയത്തിൽ എങ്ങനെയാണ് ഒരു വിഭാഗത്തെ മാത്രം മാർജിനലൈസ് ചെയ്യുക? ഇനി ഈ കുട്ടി ഏത് ഗിരിവർഗ വിഭാഗത്തിൽപ്പെട്ട കുട്ടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടേണ്ട ഒരു സമൂഹത്തെ പോലും എന്ത് രാഷ്ട്രീയ ലാക്കോട് കൂടിയും ഏത് നികൃഷ്ടമായ പണി നടത്തിയും രാഷ്ട്രീയമായി ഞങ്ങൾക്ക് നേട്ടമുണ്ടാകണമെന്ന് തീരുമാനിക്കുന്ന ഇന്ത്യയിലെ ഏക പാർട്ടി, ഇത്ര നാണം കെട്ട തരംതാണ പാർട്ടി ഇന്ത്യയിൽ CPM അല്ലാതെ മറ്റൊരു പാർട്ടിയില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.